നിർബന്ധമായി മതം മാറ്റലില്ല, ലവ് ജിഹാദ് ഇല്ല. മാധ്യമങ്ങളും നമ്മളുടെ കേരളത്തിലെ പല പൊളിറ്റിക്കൽ പാർട്ടീസും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അനുജ ഹിന്ദുക്കുട്ടി യാത്രയായി, ആദിത്യ ഹിന്ദുക്കുട്ടി യാത്രയായി, ശ്രദ്ധ ഹിന്ദുക്കുട്ടി യാത്രയായി, ധന്യ അങ്ങ് പാലക്കാട് യാത്രയായി, രേഷ്മ അങ്ങ് കോട്ടയത്ത് യാത്രയായി, സചിത്ര അങ്ങ് കുന്നംകുളത്ത് യാത്രയായി, ടിനു അങ്ങ് കണ്ണൂര് യാത്രയായി, വേറൊരു രേഷ്മ അങ്ങ് കഴക്കൂട്ടത്ത് യാത്രയായി. ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ പറയും ഇവിടെ ലവ് ജിഹാദില്ല, മതം മാറ്റലിന് നിർബന്ധമായ മതം മാറ്റൽ പ്രക്രിയയില്ല, അതിലൂടെ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്ന്. ഇതിനെ കൂട്ടുപിടിക്കാൻ നമ്മളുടെ മാധ്യമങ്ങളുമുണ്ട്. ഇത്രയും പേര് പോയിട്ടും ഒറ്റപ്പെട്ട സംഭവങ്ങളായി ചിത്രീകരിക്കുന്ന നമ്മളുടെ മാധ്യമങ്ങൾ എന്താ നിങ്ങൾക്ക് ഇതിൽ പ്രതികരിക്കാനുള്ളത്? ഈ എല്ലാ മരണത്തിന്റെ റിപ്പോർട്ട് എടുത്താൽ അനുജ പോയി ഖലീൽ ബാക്കിയാണ്, ആദിത്യ പോയി മുഹമ്മദ് ബാക്കിയാണ്, നന്ദ പോയി ഷുഹൈബ് ബാക്കിയാണ്, ശ്രദ്ധ പോയി അൽതാഫ് ബാക്കിയാണ്, അൽതാഫ് അല്ല അഫ്താബ് ബാക്കിയാണ്, ഷക്കീർ ബാക്കിയാണ് ധന്യ പോയപ്പോൾ, ആയൂബ് ബാക്കിയാണ് രേഷ്മ പോയപ്പോൾ, ജസീർ ബാക്കിയാണ് സചിത്ര പോയപ്പോൾ, അക്സം ബാക്കിയാണ് ടിനു പോയപ്പോൾ. ഇത്രയും പേര് പോയപ്പോൾ ഒരു ഭാഗം മാത്രം ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗം കേസുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും വളരെ സുന്ദരമായിട്ട് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഇതൊക്കെ നടക്കുന്നത് അങ്ങ് പാലക്കാട്, കോട്ടയത്ത്, കുന്നംകുളത്ത്, കണ്ണൂര്, കഴക്കൂട്ടത്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തടി തപ്പാൻ പറ്റുമായിരിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് തടി തപ്പാൻ പറ്റുമായിരിക്കും, നിങ്ങൾക്കത് തള്ളിക്കളയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒന്ന് ഓർത്തോ, ഇത് നടക്കുന്നത് കേരളത്തിലാണ്. ഈ കേരളത്തിൽ ഇത് നടക്കും തോറും നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഇത് നടക്കും. ഒരു സംശയം വിചാരിക്കേണ്ട, ഇത് നിങ്ങളുടെ കുടുംബത്തിലും ഇത് നടക്കും. ഈ നടക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഈ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരിക്കുവോ? കരഞ്ഞ് വിളിച്ചിരിക്കാനല്ലേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പോ പ്രതികരിക്കണം. ഓരോ ലവ് ജിഹാദും നടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായി പ്രതികരിക്കാൻ കഴിവില്ലെങ്കിൽ ഹിന്ദുക്കളെ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിന്റെ ദുർദശയാണ് നിങ്ങൾ ഇപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കുടുംബത്തിലെയും ഓരോ കുട്ടീനെയും വളച്ച് നാളെ അവരുടെ ഒരു മതം മാറ്റൽ പ്രക്രിയയിലേക്ക് കൊണ്ടുപോയി ആ കുട്ടികളെ നിന്ന് മറ്റു കുറച്ച് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്ത് ഈ പെൺകുട്ടികളെ ഒഴിവാക്കി കളയുന്ന ഒരു രീതി. പിന്നെ അവരെ സ്ലീപ്പർ സെല്ലുകളാക്കി മാറ്റുന്നു, സ്ലേവാക്കി അടിമകളാക്കി മാറ്റുന്നു. ഇവിടുന്ന് അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെ മനുഷ്യ ബോംബാക്കി മാറ്റുന്നു. ഇതൊന്നും മനസ്സിലാകാതെ വീണ്ടും വീണ്ടും നമ്മളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾ വീണ്ടും പോയി ഇതുപോലെ പ്രണയത്തിൽ ചെന്നുപെടുന്നു. പ്രണയം അന്ധമാണ്. പ്രണയം നടിക്കുന്നവരോട് നിങ്ങൾ പ്രണയത്തിന്റെ പേരിൽ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നു. സ്വന്തം വളർത്തിയ അച്ഛൻ അമ്മയെ 18-20 വർഷത്തോളം നിങ്ങളെ പൊന്നുപോലെ സൂക്ഷിച്ച നിങ്ങളുടെ അച്ഛൻ അമ്മയെ പോലും നിങ്ങൾ തള്ളി പറഞ്ഞുകൊണ്ട് അവസാനം നിങ്ങൾ അവർക്ക് വേണ്ടി മരണപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ജീവിതം ഒഴിഞ്ഞു വെച്ചവർക്ക് വേണ്ടി നിങ്ങൾ മരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ മരിക്കുന്നത് വല്ലവർക്കും വേണ്ടിയിട്ടാണ്, അതും നിങ്ങളെ ഒട്ടും സ്നേഹിക്കാത്ത ചിലവർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഇനിയും ഇതിനെക്കുറിച്ചിട്ട് കാര്യമായി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ എല്ലാവരോടും കൂടിയിട്ട് പറയാണ്, ഈ പോക്ക് അത്ര ശരിയല്ല. ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന മാധ്യമങ്ങള്, മാപ്രകളും സുഡാപ്പികളും എല്ലാവരോടും പറയാണ്, നിങ്ങൾ ഇനിയും ബോധപൂർവം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഹിന്ദുക്കളെ നിങ്ങളോട് വീണ്ടും പറയാണ്, ക്രിസ്ത്യാനികളെ നിങ്ങളോട് വീണ്ടും പറയാണ്, നിങ്ങൾ എന്തെങ്കിലും ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ അവനെ ചാപ്പുകുത്തി സംഖ്യയായി ചാപ്പുകുത്തിക്കൊണ്ട് സംഘികൾ ഒരിക്കലും മറ്റു മതസ്ഥരെ ബുദ്ധിമുട്ടിക്കാൻ നിന്നിട്ടില്ല. ഹിന്ദുക്കൾ ഏതൊരു മതത്തെ സ്വാഗതം ചെയ്യാനേ നിന്നിട്ടുള്ളൂ. ഹിന്ദുവിൽ പറഞ്ഞിരിക്കുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഏതു മതത്തിനെയും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഉപദ്രവിക്കുന്ന ഒരു മതങ്ങളെയും നമ്മൾ സ്വീകരിക്കില്ല. നമ്മൾ ഇനി സ്വീകരിക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ നമ്മൾ സ്ഥലം കൊടുത്തിട്ട് 6-7 പേര് ഇവിടെ സൗദിയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ സ്ഥലം കൊടുത്ത് ഒരു പള്ളിയും പണിത് കൊടുത്ത് അവർക്ക് 7-8 പള്ളി പണിയാനുള്ള സ്ഥലവും കൊടുത്ത് അവസാനം അവർ നമ്മുടെ നെഞ്ചത്ത് കയറി നീരാടുന്നു. ഇത് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും വിചാരിക്കും ഞാൻ മതനിന്ദ നടത്തുകയാണ്, അല്ലെങ്കിൽ മതം പറഞ്ഞ് എല്ലാവരിലും ശത്രുത ഡെവലപ്പ് ചെയ്യുകയാണെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ,
മുസ്ലിം എന്നുള്ള മതത്തിനെ അല്ല ഞാൻ പറയുന്നത്, ഇസ്ലാം എന്ന മതത്തിനെ അല്ല ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കണേ. ഇസ്ലാം മതത്തിലെ ജിഹാദ് എന്നുള്ള കൺസെപ്റ്റിനെയാണ്. ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മളുടെ മറ്റു മതസ്ഥരുള്ള കുട്ടികളെയും ജനങ്ങളെയും പീഡിപ്പിക്കുന്ന രീതി അത് നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ സാറേ നിങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടിലാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇതിന്റെ തുടർ എപ്പിസോഡുകൾ ഇനിയും മുന്നോട്ട് വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.